അപ്പോൾ ചെവി അടന്നിട്ടാണെങ്കിൽ ഒന്നും ഞാൻ പറയണൊന്നും എനിക്ക് തന്നെ കേൾക്കില്ല. ഇന്നത്തെ പരിപാടി നോമ്പറ, അതും നോളജ് സിറ്റിയിൽ. കണ്ട വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു 20 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തണമെന്ന്. അതുകൊണ്ട് എന്തായി, നമ്മൾ 2 മണിക്കൂർ മുമ്പേ എത്തി. ഫസ്റസ്കാരം വരെ ഇവിടുന്നാണ്. ഫസ്റസ്കാരം വരെ ഇവിടുന്ന് 20 മിനിറ്റ് മുമ്പ് എത്താൻ പറഞ്ഞതുകൊണ്ട് എന്താ നമ്മൾ 2 മണിക്കൂർ മുമ്പ് എത്തി. ഒച്ചമ്പളിയാണ് അസറസ്കരിച്ചിട്ട് കാണാം. എനിക്കാണെങ്കിൽ ഒന്നും കേൾക്കണില്ല, ചെവി ഒന്നും കേൾക്കില്ല. ഹലോ 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 ഫുഡ് ഇതാക്കൽ തുടങ്ങി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. ഉസ്താമാർ തന്നെയാണ് ഒക്കെ ചെയ്യണേ. ഉണ്ടോ, ഉസ്താമാരാണ് ഒക്കെ ചെയ്യണേ. നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റൂല തോന്നണേ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ പോയാലോ കിടില സിനാനാണ് വ്ളോഗ് എടുക്കാൻ വന്നതാണ് അങ്ങോട്ട്. ഇല്ല, അത് റെഡിയാക്കണം അങ്ങോട്ട് വിടലില്ല. ഇന്ന് പുറത്തുനിന്നാണ്. ഇനിയിപ്പോൾ നമ്മളെ ഭാഗ്യം കൊണ്ട് നോമ്പർ മൂളിക്കും മഴ കൊണ്ട് പെയ്യാം. അതാരണേ അങ്ങോട്ട് വിടൂല. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചറിയുന്നു. തുണൽ കൊട്ടിരിക്കണം കുറേ നേരമായി. എൻ്റെ ഫ്രെയിമിൽ മൊത്തം ഓളാണ്. അപ്പോൾ എല്ലാവരും വരിക, ഇവിടെ വന്നിട്ട് നോമ്പൊക്കെ തുറക്കുക. ഞങ്ങൾ വന്നാൽ ഇത്ര നേരത്തെ വരണം, എന്നാലേ എൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടി അറിയില്ല, വെറുതെ നടക്കുക. ഹായ് ഗായ്സ്, അവിടെ വേറെ വീഡിയോ വരുന്നുണ്ട്. അടുത്ത വ്ളോഗറാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഷെക്കി ബർസലാലി, ഭാവി വാവ, ഭാവി വാവ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, മണി അടിച്ച് പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണി അടിച്ച് പൊട്ടിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക അവർക്ക്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ഒന്നും പറയാനുമില്ല. പിന്നെ വീഡിയോ ഒരു 4 മിനിറ്റെങ്കിലും ആക്കണ്ടേ വിചാരിച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അവിടെ ഇൻ്റർവ്യൂ എടുക്കണ്ട എനിക്ക് സീരിട്ടോ. അതെന്തായാലും കാണാതെ പള്ളി ഏത് ഫ്രെയിമിൽ എടുത്താലും പള്ളി സീനാ. അപ്പോൾ കാണാം. ചോറ് ഇട്ടില്ല പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് വന്നു കുറച്ച് നേരം കൂടിപ്പോയി. 2 മണിക്കൂർ. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുരയിലാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ചാർജും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുക. പോയിട്ട് വരാച്ചാല് നേരം പോകും. ചെക്കന്മാർ ഫുൾ കളിയാണ്, വിനയവിളിച്ച. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സീന് ഫ്രെയിമിൽ സാധനം കാണിച്ചു തരാം. ആരും കണ്ടില്ലേ, എൻ്റെ പ്രേക്ഷകർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത്. കാരണം ഇതിൻ്റെ എന്നെ കാണുന്നവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ, എൻ്റെ വീഡിയോ കാണുന്നവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ ഇപ്പം എന്താ, ഒന്നും പറയാനുമില്ല. അതിനെ ക്ഷീണുണ്ട്, എന്താ പറയേണ്ടിന്നോ. വെറുതെ ഞാൻ വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ച് വന്നതാ. കാറ് കയറിയപ്പോൾ തന്നെ അണഞ്ഞ്. പിന്നെ ഇവിടെ വന്ന നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ വീഡിയോ എടുക്കാനില്ല. എന്താ എടുക്കുക, ഒന്നും എടുക്കാനില്ല. ഇങ്ങനെ നടക്കുക, വെറുതെ നടക്കാണ്ട് ഇരിക്കണ. ജൗഹറുണ്ട്, ഉസ്താദിൻ്റെ വയറിലൊക്കെ ഉണ്ട് വള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട്. ഓനിക്ക് മുതലായിക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലാപ്പോൾ എന്താ ചെയ്യുക. സെക്യൂരിറ്റി നമ്മളെ അടിച്ച് പുറത്താക്കി. മോളിൽ എന്നപ്പോൾ പറഞ്ഞ് തായ്ക്കാതെ 1 മണിക്കൂറുണ്ട്. താഴെ വന്നിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല. വന്നതിന് മുതലായത് വലിക്കാം. കയറി ഉസ്താദിൻ്റെ വയൽ കേട്ട് അങ്ങനെ ഇരുന്ന് പുറത്ത് കയറി ഇറങ്ങില്ലല്ലോ. നല്ല അടിപൊളി വയൽ, നല്ല സൗണ്ട്. സൗണ്ട് അടിപൊളി. ഉസ്താദിൻ്റെ പേര് അതൊന്നും ചോദിക്കരുത്. പിന്നെ അവിടെ പോയി ഉസ്താദിൻ്റെ പേരെന്ന് ചോദിക്കല്ലേ, ചോദിക്കണ്ടേ. കഴിഞ്ഞിട്ട് ഉസ്താദ് താഴേക്ക് വരും. ഒരു കൂട്ടം ആൾക്കാർ സ്വീകരിക്കണ്ടേ. ഇതാ പറയുന്നത്, നേരത്തെ വരരുത്, നേരം വയ്ക്കും വരരുത്, സെൻട്രലായിട്ട് വരിക. അപ്പോൾ ഈ ടൈമിലൂടെ എത്തിയാൽ സുഖമാണ്. അതാകുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് ആകണ്ട. ഇപ്പം ടൈം പോകണില്ല, അതാ പ്രശ്നം. ഇല്ല
എന്നാൽ ചോറിനിപ്പോൾ കാണാം. ഈ കണ്ട മനുഷ്യന്മാരെ മൊത്തം ബരിക്ക് പറഞ്ഞേക്കണൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞേക്കുന്നത്. അടിപൊളിയായിട്ട് പറഞ്ഞേക്കുന്നത്. വരിയാണ് എന്ത് അടിപൊളിയായിട്ട് വരികയാണ്. കോഴിക്കട്ട് കഴിഞ്ഞ ചങ്ങായിനുണ്ടല്ലോ, സെറ്റ് ചങ്ങായിയാണല്ലോ. മഴ പെയ്യുന്നു. മഴ പെയ്താൽ നോമ്പുറക്കാറ്റോ തുറന്നാ നനയില്ലേ? മഴയുണ്ട്. വെള്ളം കൂട്ടി തുറക്കുമ്പോൾ തുറക്കാം. ഞാൻ നബീലിന്റെ ഫാനാ. തുറക്കണല്ലോ. പക്ഷെ അതല്ല വിഷയം, മഴ ചെയ്താൽ നനയൂലേ? നിങ്ങളുടെ ലൈഫിൽ ഒരു വട്ടം വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് എനിക്ക് എന്താ വെച്ചാൽ എല്ലാവരും പള്ളിയിൽ കയറി ഇരുത്തി സെഫായി ഇരുത്തി വരിയായിട്ട് ഇരുത്തി, എന്നിട്ട് ഓരോ വരിയിൽ നിന്ന് ഇങ്ങനെ അളക്കുണ്ടാവും. ഓരോ സ്റ്റെഫ് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ ജവറുണ്ട്, ഓരോ വരിക്ക് ഇങ്ങനെ അളക്കുണ്ടാവുക. എന്നിട്ട് ഇതാക്കണം കോർഡിനേഷൻ എന്നാൽ അതിനനുസരിച്ച് ആൾക്കാർ നിന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് ഇപ്പം നടക്കൂലല്ലോ. അതാ ഇപ്പോഴൊക്കെയാണ് കോർഡിനേഷൻ. നോമ്പ് കളിയല്ലടാ. പഴമുണ്ട്. അതാ കൊലപ്പീടിയില്ല കണ്ണി അവിടെ ഉണ്ട്, കാണിച്ചില്ല. ഓ ആൾക്കാർ ഇരിക്കണേ. എന്നാ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അഞ്ചാൾ ഒരുമിച്ച് വന്നിട്ട് ഇരുത്തില്ല. ഷക്കീവിനെ പറഞ്ഞിട്ടില്ല. മോനെ അങ്ങനെ ഒന്നും പറയാ. അങ്ങോട്ട് പോടാതെ കണ്ടില്ലേ? ചോറുണ്ട്, വെള്ളം, ഇതെന്ത് വെള്ളം? കരിങ്കാരി വെള്ളം. എന്തോ വെള്ളമുണ്ട്. നമ്മൾ കണ്ടുപോകാൻ ആൾക്കാരുണ്ട്. നമ്മളെ ആശാനാണ്. ആശാൻ അറിയണവരുണ്ടാവും, ബ്ലോഗർമാർ. നമ്മളെ ആശാനാണ്. ഇങ്ങോട്ട് വരുന്നവർ 5 ആളായിട്ട് വരിക. 5 ആളും ചങ്ങലയിൽ കെട്ടിയിട്ടിട്ട് വരണം. അല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ 4 ആൾ ഒരേ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ഒരുത്തനെ പിടിക്കും. ഒരുത്തെങ്ങനെ ഇരിക്കാൻ പോകുമ്പോൾ ഓൻ്റെ മൂട് പിടിച്ചിങ്ങനെ തിരിച്ചിട്ട് മറ്റിടത്ത് കൊണ്ടിരുത്തുക. അല്ല, ഞാൻ അവൻ്റെ കൂടെ വന്നേന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ തന്നെ ഇരിക്കുന്നത്. മൂപ്പരെ കണ്ടോ, മുഖം കണ്ടോ മാറിയിട്ട്. തൊപ്പിട്ട വെള്ള ചങ്ങയിലെ മൂപ്പര് വേറെ ഇരുന്നത്. മൂപ്പരെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി. മൂപ്പര് മുഖം കണ്ട് മാറി. അങ്ങോട്ടൊന്ന് മാറുന്നുണ്ട്. പക്ഷേ വരുമ്പോൾ ചങ്ങലൊക്കെ കെട്ടിയിട്ട് വരിക, അതാണ് നല്ലത്. അതാകുമ്പോൾ മാറിപ്പോവില്ല, അല്ലെങ്കിൽ മാറിപ്പോവും. ഓ വൈബാണ്. സ്ഥലം നോക്കി നോമ്പറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. എന്ത് സീരിയസ് സ്ഥലമല്ലേ? എവിടെ? ശരി, എൻ്റെ പ്രേക്ഷകർക്കുള്ള ഏറ്റവും വലിയ ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോണേ. അതായത് പള്ളീൻ്റെ ഉള്ളിൽ കയറിയാൽ ഫസ്റ്റ് സെഫ് പോയിരിക്കരുത്. നമ്മൾ ഒരു കാരണവശാലും ഫസ്റ്റ് പോയിരുന്നാൽ ഫസ്റ്റ് വിളിക്കൂല. ഫസ്റ്റ് പോയിരുന്നാൽ ലാസ്റ്റ് വിളിക്കും. അപ്പം എന്താക്കുക, ലാസ്റ്റ് പോയിരിക്കുക. അപ്പോൾ ഫസ്റ്റ് വരാം. അല്ലെങ്കിൽ തന്നെ അതേമാതിരിക്ക് ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കേണ്ടി വരും. സമയം 6:15 കഴിഞ്ഞ്. ഇതെത്രയാടാ? 6:30 ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുക. അപ്പം എനിക്ക് പറയാനുള്ളതാണ്, ഫസ്റ്റ് പോയിരിക്കരുത്, ലാസ്റ്റ് പോയിരിക്കുക. മാത്രമുള്ള ടിപ്പാണ്. അതെ, കിടിലം സിനാൻ്റെ പ്രേക്ഷകർക്ക് മാത്രമുള്ളതാണ്. ആർക്കും പറഞ്ഞു കൊടുക്കരുത്. വരുന്നവരൊക്കെ ആദ്യം വരിക, ഏറ്റവും ലാസ്റ്റ് പോയിരിക്കുക. നമ്മളെ ചെക്കൻ നോക്കണേ എന്താ. ഞാൻ പറയുമ്പോൾ നോമ്പെടുക്കാത്തവരൊക്കെ ഈ സ്കാനർക്ക് പൈസ ഇട്ട് പറയും. അതാകുമ്പോൾ നോമ്പെടുത്ത കൂലിയെങ്കിലും കിട്ടും, നല്ല കൂലി കിട്ടും. എന്നിട്ട് എന്താ ജനങ്ങളെ മൊത്തം നോമ്പെടുക്കുക. അപ്പോൾ അതിലൊരു പങ്ക് നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾക്കും അതിൻ്റെ കൂലി ഉണ്ടാവും. നല്ല മനസ്സൊരുക്കി ദ്വാരക്കും ചെയ്യും. അവസ്ഥ ദ്വാരക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് പൈസ ഇടാം. നമ്പറും 7510 600 606 അതിക്ക് പൈസ ഇടാം. അപ്പോൾ നോമ്പ് തുറപ്പിച്ച കൂലി തന്നെ കിട്ടും. നോമ്പ് എടുത്തിട്ടല്ലേ ബാങ്കല്ല. സമയല്ലടാ. ഇവിടുത്തെ മൈക്കാണ്ട് വർക്കായപ്പോളേ അള്ളാഹ് തൊള്ളയിലെത്തിച്ചു.
എനിക്ക് പറയാനുള്ളത് തിന്നണി ഇതേമാതിരിക്ക് തിന്നണം ഓക്കെ അതിലൊക്കെ ഓക്കെ മുട്ടാണ് വേസ്റ്റ് മുട്ടയുടെ വേസ്റ്റ് തിന്നുമ്പോൾ ഇതേമാതിരിക്ക് തിന്നുക അല്ലെങ്കിൽ തിന്നാണ്ടക്കുക വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കണം. ആ എന്തിനോ പറയും അപ്പം അത്ര എനിക്ക് പറയാം. ഇതെന്താ അറിയോ ഇത് ആ ചുമരുമ്പ കണ്ടോ ഫോക്കസ് ആവില്ല വയറിലിട്ടുകൊണ്ട് അതങ്ങനെ ഇവിടെ ആ ധൂമാക്കിയിട്ട് കാണില്ലേ ഇതാ ആ സാധനം കണ്ടോ അത് 3 അലീഫമാരുടെ പേരാ. 4 ആദ്യത്തെ 2 ഉമ്മറും അലി ഇവിടെ ഉണ്ട്. ഉമ്മറും പോയി അലിയും പോയി. മനസ്സിലായി. അബൂബക്കറും ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉമർ ബിൻ അത്താബും അലി റളിയല്ലാഹു ഇപ്പുറത്തെ സൈഡിലുള്ള ഉമറാണ് ഫസ്റ്റത്തെ. ഉമർ റളിയല്ലാഹുവിന്റെ ഫസ്റ്റത്തെ കണ്ടോ അല്ല അത് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ഫസ്റ്റത്തെ. ഉസ്മാനാണ് ഫസ്റ്റ്. ഉസ്മാനെ കൊണ്ട് വായിപ്പിച്ചാലോ ഇത്രയും വിവരം വ്യത്യാസം. 7ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ എനിക്ക് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് എന്നിട്ടാണ് അവന് ഇവിടെ ChatGPT നോക്കി നടക്കണത്. നമുക്കറിയാട്ടോ ഒത്തയ്യാത്തൊക്കെ ഫുള്ള് കേട്ടോ ഇതാണ് ചർച്ച. പിന്നെ അതല്ല എനിക്ക് പറയാനുള്ളത്. ഇതാ എനിക്ക് പറയാം. രണ്ടാമത്തെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ അബൂബക്കറാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ഫസ്റ്റത്തെ. അതിൽ ഞാൻ എതിർക്കും ആണ് എന്നാ തിരിച്ചാക്കാം. ഇതാണ് ഫസ്റ്റത്തെ ഉമർ റളിയല്ലാഹു അൻഹു. അതാണ് തോന്നുന്നുണ്ട്. എനിക്കതല്ല പറയാനുള്ളത്. എനിക്കറിയാനുള്ളതാവും പറയാൻ വന്നപ്പോൾ ഇതിന് കറണ്ടായിട്ട് ഇത് ഇങ്ങോട്ട് വരണം, എല്ലാവരും ഇങ്ങോട്ട് വരണം നിർബന്ധമായിട്ട്. അതായത് നമ്മളവിടെ ചോറില്ലായിട്ടോ കറിയില്ലായിട്ടോ ഒന്നും അല്ല, പക്ഷെ ഇവിടെ വന്ന് തിന്നൊരു എക്സ്പീരിയൻസാണ്. അതായത് അറിയാത്ത ആളെ കയ്യിൽ ഇവനൊക്കെ കറണ്ട് കാല് പിടിച്ചിട്ടാണ് നമ്മളെ കൂടെ കൂടിയത്. ഇവനൊക്കെ വേറെ പ്ലേറ്റിൽ വിട്ടതാണ്. അതായത് അറിയാത്ത ആൾക്കാരെ കൂടെ ഒരു പ്ലേറ്റ് കൈയിട്ട് ചോറുന്നുക, അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ്. അത് നല്ല 4 ചെക്കന്മാരെ കിട്ടിയാൽ മോയന്താളപ്പം തിരിഞ്ഞ വിട്ടില്ല. കറിയ ഇന്നപ്പുറത്ത് കൂടി ഞങ്ങൾ ഒരുമിച്ച് വന്നത് വരും കരച്ചിൽ അങ്ങനെ വന്നു. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും വേണം ഒരു വട്ടെങ്കിലും നിങ്ങൾ വരിക. എന്നിട്ട് വന്നിട്ട് എന്താ എടുക്കേണ്ടത് വെച്ചാൽ ഇതേമാതിരിക്ക് ചർച്ച ഇടുക, തല്ലുണ്ടാക്കുക. ഇപ്പം ഈമാൻ കുടിക്കണ്ടല്ലോ. ഈ തൂള് 4 മദ്ഹബാണ്. അങ്ങനെ മദ്ഹബ് ഇത് മുസ്ലിങ്ങൾക്ക് അറിയുള്ളൂ, കാരണം ഓലാണ് അങ്ങനത്തെ മദ്ഹബുകളുള്ള. നമ്മളൊക്കെ ഷാഫി മദ്ഹബാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതോൽക്ക് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇവിടെയാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സ്ഥലം കാണിച്ചോട്ട് കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? കാണുന്നുണ്ടോ? അത് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണാം. ഒരു രക്ഷയില്ല. അതൊരു പ്ലേറ്റ് എടുക്കുകയാണ് കടാണ്ട് പൊളിച്ചാണ് ഞാന്. ആ പൊളി പൊളി പൊളി. ഓ ജ്യൂസോ ഇത് നമ്മളെ നല്ല കണ്ടാലിന്റെ പകുതി ചമ്മന്തി അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള അവിടെ മൂടി വെക്കണം മഞ്ഞ് ചെയ്യണ്ട്. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് അപ്പൊ എനിക്കെന്തോ പറയണ്ടായിരുന്നു, ഞാനത് മറന്ന്. സൂപ്പർ സൂപ്പർ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കൂടി തിന്നുക കഴിഞ്ഞ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാ. ബൈ. ഇതാണ് നമ്മളെ ശബവാക്ക. എന്തെങ്കിലും പറയും നിങ്ങളെ ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയും. നമ്മളെ ഷോപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആൾക്കാർ ഇങ്ങനെ വരും. ഞാൻ പറയാം, ട്രയൽ ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ് കോഫി, പിന്നെ ജിഞ്ചർ, പിന്നെ ഇതും അവിടെ ഒരു മസാല നോമ്പ് കഴിയുമ്പോൾ വേഗം വന്നോളൂ. കിടിലം മസാല ഉണ്ട് അവിടെ.
ദാ. ഉപ്പിലിട്ടെ അത് നമ്മളെ വീഡിയോയിൽ വരും 5 വെറൈറ്റി മസാല ഹണി 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 ഏറ്റവും കൂടുതൽ ഹണി ചില്ലി മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ എന്തായാലും വരണം. കിട്ടില്ലേ ആ ചോക്ലേറ്റ് കോഫി അടിച്ചോളി. ഇവിടെ വന്നിട്ട് ഇത് സ്പൈസസ് കുറെ കാര്യങ്ങളുണ്ട് അത് കൊടുത്തോളി. ആ ഫുൾ ഓഫറാണ്. ഓഫർ കിട്ടൂല ആട്ടു. അപ്പൊ ആരും പേരും പറഞ്ഞു വരണ്ട. ശരി എന്നാ ബൈ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതും കൂടി തിന്നുക കഴിഞ്ഞ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം ഇൻഷാല്ലാ. ബൈ.